ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. വിദേശ പണമിടപാടിൽ വീണ ടിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഇഡി. ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഉടൻ സമൻസ് നൽകും. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയ്ക്കെതിരെ പുതിയ കേസെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ദുബായിലേക്ക് 85 ലക്ഷം കൈമാറിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഫെമ കേസ് രജിസ്റ്റർ ചെയ്യും. വീണ ഉപയോഗിച്ച സിം കാർഡ് എടുത്തത് ഡിവൈഎഫ്ഐ നേതാവ് നന്ദുലാലിന്റെ പേരിലെന്ന് കണ്ടെത്തി. അതേസമയം മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലും അന്വേഷണത്തിനൊരുങ്ങുകയാണ് ഇഡി. SSRN വിവരങ്ങളുമായി ചേരുകയാണ്. സരൺ, 85 ലക്ഷം ദുബായിലേക്ക് കടത്തി എന്നുള്ളതാണ് ഇഡി ഉന്നയിക്കുന്ന ഒരു ആരോപണം. അതവിടെ പിൻവലിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇഡി പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സിം ഉപയോഗിച്ചത്, അവിടുത്തെ വൈഫൈ റൂട്ടറിൽ ഈ സിം ഉപയോഗിച്ചതും മറ്റൊരാളുടെ പേരിലുള്ള സിമ്മിൽ വീഡിയോ കോൾ അടക്കം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പരാമർശമുള്ളത്. ഇതേ രാഷ്ട്രീയമായി കാണാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ കണ്ടെത്തലുകൾ ഉണ്ടാക്കുന്ന നിയമപരമായ കുരുക്കത്ര വലുതാണ് ശരൺ. മാധു, ഈ കണ്ടെത്തലുകൾ ഉണ്ടാക്കുന്നത് വലിയ കുരുക്കാണ് വീണയെ സംബന്ധിച്ച്. ഏതായാലും വീണയെ സംബന്ധിച്ച് ഇപ്പോൾ മറ്റൊരു കേസ് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയാണ് ഈ കോഴിക്കോട് റെയ്ഡുകൾക്ക് പിന്നാലെ വിശദമായ ഒരു വാർത്താക്കുറിപ്പ് അവർ പുറത്തിറക്കിയിരുന്നത്. അതിലാണ് വീണ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നുള്ള വിവരം പുറത്തുവിടുകയും ചെയ്തിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വിദേശ ദുബായിലേക്ക് 85 ലക്ഷം രൂപ വീണ അയച്ചുവെന്നും 20 കോടിയുടെ കണക്കുകൾ വീണയുടെ ഡയറിയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് വാർത്താക്കുറിപ്പിൽ ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ചില ചട്ടലംഘനങ്ങൾ, അതായത് വിദേശത്തേക്ക് ഇത്തരത്തിൽ പണം അയക്കണമെന്നുണ്ടെങ്കിൽ അനുമതി അടക്കം വാങ്ങണം, അതിൻ്റെതായ ചട്ടങ്ങളുണ്ട്. ആ ചട്ടലംഘനം എന്നുള്ള പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഫെമ കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ വീണയെ സംബന്ധിച്ച് വീണ ചോദ്യമുനയിലാണ്, ഇഡിയുടെ ചോദ്യമുനയിലാണ്. അത് CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ടാണ്, PMLA കേസിലാണ്. ഇതിന് പുറമെയാണ് ഫെമ കേസിൽ കൂടി വീണ ചോദ്യമുനയിലേക്ക് വരുന്നത്. വൈകാതെ തന്നെ വീണയ്ക്ക് സമൻസ് അയക്കുമെന്നുള്ള കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡയറിക്ക് ഒപ്പം തന്നെ ഒരു ഫോട്ടോയും ഇഡിക്ക് ലഭിച്ചിരുന്നു നേരത്തെ റെയ്ഡ് നടക്കുന്നതിനിടയിൽ. അതായത് മെയ് 27 നടത്തിയ വിശദമായ റെയ്ഡിലാണ് ഇതെല്ലാം കണ്ടെടുത്തതായിട്ട് ഇഡി പറയുന്നത്. ആ ഫോട്ടോ എന്ന് പറയുന്നത് വീണ ഉപയോഗിച്ചിരുന്ന ഒരു സിം കാർഡിന്റെ ഫോട്ടോയാണ്. ആ സിം കാർഡ് മറ്റൊരാളുടെ പേരിലുള്ള സിം കാർഡ് ആണെന്നുള്ളത് കൂടിയാണ് ഇഡി ഈ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെ ഇഡി പുറത്തുവിട്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നന്ദുലാലിന്റെ പേരിലുള്ള സിം ആണെന്നുള്ളതാണ്. അതായത് റിയാസും ആവശ്യപ്പെട്ടതിന് പേരിലാണ് ഈ സിം നൽകിയത് എന്ന് നന്ദുലാൽ മൊഴി നൽകിയെന്നും ഇഡി അവകാശപ്പെടുന്നു. ശരൺ, അതിലേക്കാണ് മാധു ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ വാർത്താക്കുറിപ്പിന് പിന്നാലെ ഇഡി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് റിയാസിന്റെ സുഹൃത്തായിട്ടുള്ള നന്ദുലാൽ എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ നേതാവ് കൂടിയാണ്. ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള നന്ദുലാലിനോട് മുഹമ്മദ് റിയാസും വീണയും ഇത്തരത്തിലൊരു സിം കാർഡ് എടുത്തു നൽകാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ കഴിഞ്ഞ 2 വർഷമായിട്ട് വീണ ഈ സിം കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇന്റർനെറ്റ് കോളുകൾ ചെയ്യാൻ വേണ്ടി എന്നുള്ളൊരു വിലയിരുത്തലേക്ക് കൂടിയാണ് ഇഡി എത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ സിം കാർഡ് കേന്ദ്രീകരിച്ച ഒരു വലിയ അന്വേഷണത്തിലേക്ക് ഇഡി നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിലേക്ക് വന്നിരിക്കുന്നത്, അത് മുൻ മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണ്. അതായത് തെരഞ്ഞെടുപ്പ് ഫണ്ട് നേരത്തെ ഈ വീണയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഈ ഡയറി പിടിച്ചെടുത്ത് പരിശോധിച്ചപ്പോഴേക്കും വീണ പലരുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്ന് കണ്ടെത്തുന്നു. അതിൽ തന്നെ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ സോളസ് കമ്പനി എന്നുള്ള കമ്പനിക്ക്, അത് പരസ്യ കമ്പനിയാണ്, കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള ഈ നിഖിലിന്റെ പേരിലുള്ള കമ്പനിയാണ്. ഈ കമ്പനിയിലേക്ക് വീണ പണം അയച്ചിട്ട് ഉണ്ടെന്നുള്ളത് ഇഡിക്ക് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇഡി തന്നെ വീണയോട് ചോദിച്ചപ്പോൾ വീണ പറഞ്ഞിരിക്കുന്നത്, ഈ 2021 ഇത്തരത്തിൽ പണം അയച്ചു, അത് മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയാണ് ഈ ഒരു പണം കൈമാറിയെന്നുള്ളതാണ്. അപ്പോൾ ഈ പണം CMRൽ നിന്ന് വീണ കൈപ്പറ്റിയ പണമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള പരിശോധനകളിലേക്കും ഇഡി കടന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ്, അതിന്റെ അന്വേഷണം പുതിയ തലത്തിലേക്ക് എത്തുകയാണ്. പ്രത്യേകിച്ച് ഒരു ഫെമ കേസ് കൂടി നിലവിൽ വരുന്നു എന്നുള്ളതാണ്. ശരണാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. 20 കോടിയുമായി ബന്ധപ്പെട്ട കുറിപ്പുകൾ കണ്ടെത്തി എന്നുള്ളതാണ് ഇഡി ഉന്നയിക്കുന്ന ഒരു കാര്യം. പുറത്തു വന്നിട്ടുള്ള വീണയുടെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത്, ഒന്ന് ഈ ശശിധരൻ കർത്തയുമായിട്ടുള്ള കരാർ, CMRL എക്സാലോജിക്ക് ഇടപാട്, അത് ഏതാണ്ട് 1.78 കോടിയാണ്. അതിൽ വായ്പ വാങ്ങിയ പണം ഉൾപ്പെടെ 2.78 കോടി. മറ്റൊരു സ്ഥാപനം അതിന് മുൻപ് നടത്തിയിരുന്നു. ഇപ്പോൾ ഈ കോഴിക്കോട്ടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിനാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ബിസിനസ്സും നടന്നില്ല എന്നതടക്കം, ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല തുടങ്ങിയ വിവരങ്ങളാണ് ഇഡിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വരുമാന സ്രോതസ് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തും. ഒപ്പം ഫെമ 85 ലക്ഷം പുറത്തേക്ക് കൊണ്ടുപോയെന്ന ആരോപണം കൂടി ഇഡി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടും ചോദ്യം ചെയ്യലുണ്ടാകും ഉടൻ തന്നെ എന്നാണ് വിവരങ്ങൾ.